വർഷം 2058. ഭൂമി വാസയോഗ്യമല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ലോകരാജ്യങ്ങളെല്ലാം കൂടിച്ചേർന്ന് എല്ലാ വിദ്വേഷങ്ങളും മറന്ന് ഒറ്റക്കെട്ടായിട്ട് സ്പേസ് മിഷൻസ് പ്ലാൻ ചെയ്യുന്ന തിരക്കിലാണ് മനുഷ്യരാശിയെ നിലനിർത്താൻ. ഏറ്റവും വലിയ പ്രതിസന്ധി ഹാബിറ്റബിൾ ആയിട്ടുള്ള ഒരു ഗ്രഹം കണ്ടുപിടിച്ചാൽ എങ്ങനെ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെ അങ്ങോട്ട് മാറ്റും. അതിനിപ്പോൾ ഒരു സൊല്യൂഷനായി ഹൈപ്പർ ഗേറ്റ്. പേര് പോലെ തന്നെ ഇതൊരു ഗേറ്റ് വേ ആണ്. ഭൂമിയുടെ മുകളിൽ സ്പേസിലായിട്ട് അതിന് പണി തുടങ്ങി കഴിഞ്ഞു. ഇതൊരു ഭീമൻ സ്പേസ് സ്റ്റേഷൻ കൂടെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇതിനകത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഇത് വട്ടത്തിലായിരിക്കും. പക്ഷെ ഭൂമിയിൽ മാത്രം ഈ ഹൈപ്പർ ഗേറ്റ് ഉണ്ടാക്കിയ പോരാ, കണ്ടുപിടിക്കുന്ന ഹാബിറ്റബിൾ പ്ലാനറ്റിന്റെ മുകളിലും ഇതുപോലൊരു ഗേറ്റ് പണിയണം. അതിന്റെ ഡിസ്കഷനും നടക്കുന്നു. എന്നാൽ ഈ നല്ല കാര്യത്തിന്റെ ഇടയിൽ വേറെയും പ്രതിസന്ധികളുണ്ട്. അത് ടെററിസ്റ്റുകളാണ്. എങ്ങനെ ഈ സ്റ്റേഷൻ നശിപ്പിക്കാം, മിഷനൊക്കെ ഇല്ലാതാക്കാം എന്നാണ് അവർ ശ്രമിക്കുന്നത്. ഇപ്പൊ തന്നെ ആ സ്റ്റേഷന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായി. അവിടെ ലാൻഡ് ചെയ്യാൻ വന്ന ഒരു കാർഗോ ഷിപ്പ് 2 ചെറിയ ഷിപ്പുകൾ വന്നിട്ട് തകർത്ത് കളഞ്ഞു. മാത്രമല്ല ആ സ്റ്റേഷന്റെ ബാക്കി ഭാഗങ്ങളും അവർ ഷൂട്ട് ചെയ്ത് നശിപ്പിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് സ്റ്റേഷനിൽ നിന്നും 2 ഫൈറ്റർ ഷിപ്പുകൾ പുറപ്പെട്ടു. ഇതിൽ ആദ്യത്തെ ഷിപ്പ് ഓടിക്കുന്ന ഈ മൊട്ടത്തലേനെ കണ്ടില്ലേ, ഇവന്റെ പേര് ജെഡ്, മറ്റവന്റെ പേര് ഡോൺ വെസ്റ്റ്. അവരിപ്പോൾ ആ ടെററിസ്റ്റുകളുടെ ഷിപ്പ് നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ കുറെ നേരത്തെ പറക്കലിനും വെടിവെപ്പിനൊക്കെ ശേഷം ഡോൺ ഒരു ഷിപ്പ് തകർത്ത് കളഞ്ഞു. എന്നാൽ മറ്റേ ഷിപ്പ് ഇപ്പം ജെഡിന്റെ പുറകിലാണ്. അതിപ്പോ ജെഡിന്റെ ഷിപ്പിനെ ഷൂട്ട് ചെയ്തു. പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ജെഡ് അവൻ ഇരിക്കുന്ന ആ ഭാഗം കണ്ട് ഇജക്ട് ചെയ്തു. അതിനെ തുടർന്ന് മറ്റേ ഭാഗം ചെന്ന് ആ ടെററിസ്റ്റിന്റെ ഷിപ്പിനിടിക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. എന്നാൽ അത് തകർത്തെങ്കിലും ഇപ്പൊ ജെഡിന് പണി കിട്ടി. അവനിരിക്കുന്ന ആ ഭാഗം ഒരു കൺട്രോൾ ഇല്ലാതെ ഇപ്പൊ സ്റ്റേഷന് നേർക്കാണ് പോകുന്നത്. ത്രസ്റ്റേഴ്സ് ഒന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് അവന് ദിശ മാറ്റാൻ പറ്റുന്നില്ല. ആ കാര്യം ഉടനെ തന്നെ ജെഡ് ഡോണിനെ വിളിച്ചു പറഞ്ഞു. അതിനെ തുടർന്ന് ഡോൺ വേഗം അവന്റെ പുറകെ പോയി. അങ്ങനെ ജെഡിന്റെ ഷിപ്പ് സ്റ്റേഷനിൽ ചെന്ന് ഇടിക്കുന്നതിന് മുമ്പ് തന്നെ ഡോൺ പറഞ്ഞു തന്നിട്ട് അതിനങ്ങോട്ട് തട്ടിമാറ്റി. അങ്ങനെ സേഫ് ആയിട്ട് തന്നെ അവർ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി കാണിക്കുന്നത് ആ സ്റ്റേഷന്റെ ഉൾഭാഗമാണ്. അവിടെയുള്ള ഒരു വീട്ടിലാണ് റോബിൻസണും അയാളുടെ ഫാമിലിയും താമസിക്കുന്നത്. ഇപ്പൊ അവർ ആൽഫ പ്രൈം എന്നൊരു ഹാബിറ്റബിൾ പ്ലാനറ്റ് കണ്ടെത്തി. ഇനി അങ്ങോട്ടൊരു ഷിപ്പ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ജുപ്പിറ്റർ മിഷൻ എന്നാണ് ഇതിന്റെ പേര്. ആ പ്ലാനറ്റിന്റെ മുകളിലായിട്ട് ഒരു ഹൈപ്പർ ഗേറ്റ് പണിയണം. അതാണ് ലക്ഷ്യം. ഈ റോബിൻസന്റെ ഫാമിലിയാണ് ആ പ്ലാനറ്റിലേക്ക് പോകാൻ പോകുന്നത്. ഇനിയിപ്പോ റോബിൻസന്റെ വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ഇളയ മകന്റെ പേര് ബിൽ എന്നാണ്. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ആള് ഭയങ്കര പുലിയാണ് കേട്ടോ. അവൻ സ്വന്തമായിട്ട് പല ടെക്നോളജിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ റോബിൻസന്റെ ഭാര്യ, ഇവളുടെ പേര് മൗറീൻ. അവളിപ്പോ വീട്ടിൽ നിൽക്കുമ്പോൾ ഈ ബില്ലിന്റെ സ്കൂളിലെ പ്രിൻസിപ്പളെ വിളിച്ചു. ഫ്യൂച്ചർ ടെക്നോളജി ആയതുകൊണ്ട് ഹോളോഗ്രാം പ്രൊജക്ഷനിലൂടെയാണ് ആ പ്രിൻസിപ്പൾ സംസാരിക്കുന്നത്. അതായത് അവരെ നേരിട്ട് കാണാൻ പറ്റും. മൗറീന്റെ അടുത്ത് ബില്ലിനെ കുറിച്ച് കുറെ കംപ്ലൈന്റ് ആണ് അവർ പറയുന്നത്. അതായത് അവന്റെ എക്സ്പെരിമെന്റിന് വേണ്ടി സ്കൂളിന്റെ മെയിൻ പവർ ഗ്രിഡ് ഹാക്ക് ചെയ്തു. എന്നാൽ ഇതെല്ലാം ഒരിടത്തിരുന്നിട്ട് ബില്ലും കണ്ടു. അവന്റെ കയ്യിൽ ഒരു ഡിവൈസ് ഉപയോഗിച്ച് ആ പ്രിൻസിപ്പളുടെ ഹോളോഗ്രാം രൂപത്തിൽ ഓരോരോ മാറ്റങ്ങളൊക്കെ വരുത്തി. അവരൊരു കോമഡി പീസ് ആക്കി. ആദ്യം അവൻ ആ ലേഡിയെ ഒരു ജിമ്മൻ പട്ടാളക്കാരനാക്കി മാറ്റി. അത് കണ്ട് മൗറീന് ശരിക്കും ചിരി വന്നു. പിന്നീട് അവൻ ആ ലേഡിയെ മാറ്റുന്നത് ഒരു കുരങ്ങനായിട്ടാണ്. ചെറുക്കന്റെ കളി കുറച്ച് കൂടുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ മൗറീൻ വേഗം തന്നെ അവനെ പിടിക്കുകയും ചെയ്തു. ഇതേ സമയം തന്നെ റോബിൻസൺ ആണെങ്കിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാണ്. അതിൽ ഇവരുടെ മിഷനെ കുറിച്ചാണ് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൽഫ പ്രൈം, ആ ഒരു ഗ്രഹം മാത്രമാണ് ഇപ്പൊ നമ്മുടെ മനുഷ്യരാശിയുടെ പ്രതീക്ഷ. ഞാനും എന്റെ ഫാമിലി അടങ്ങുന്ന ഒരു ക്രൂ ഉടനെ തന്നെ അങ്ങോട്ട് പുറപ്പെടുന്നു. 10 വർഷത്തെ യാത്രയാണ്. ആ യാത്രയിൽ ഉടനീളം ഞങ്ങൾ ഉറക്കമായിരിക്കും, ക്രയോ സ്ലീപ്പ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഗ്രഹത്തിന്റെ മുകളിലായിട്ട് എന്റെ മേൽനോട്ടത്തിൽ ഒരു ഹൈപ്പർ ഗേറ്റിന്റെ പണി ആരംഭിക്കും. ആ സമയം കൊണ്ട് തന്നെ ഇവിടെ ഭൂമിയിലെ ഗേറ്റിന്റെ പണി പൂർത്തിയാവുകയും ചെയ്യും. അങ്ങനെ 2 ഗ്രഹത്തിന്റെ ഹൈപ്പർ ഗേറ്റിന്റെ പണി തീർന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഭൂമിയിലെ ഷിപ്പുകൾക്ക് ഇവിടുത്തെ ആളുകളെയും കൊണ്ട് ആൽഫ പ്രൈമിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെ നമുക്ക് എല്ലാവർക്കും അവിടെ കോളനൈസ് ചെയ്യുകയും ചെയ്യാം. റോബിൻസൺ ആ കാര്യം പറഞ്ഞു തരുമ്പോൾ ഒരു റിപ്പോർട്ടർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്തുകൊണ്ട് നിങ്ങളുടെ ഷിപ്പ് ജുപ്പിറ്ററിന്റെ ഹൈപ്പർ എഞ്ചിൻ ഉപയോഗിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് ആൽഫ പ്രൈമിൽ എത്തിക്കൂടാ? അത് പറ്റില്ല മിസ്. ഈ ഹൈപ്പർ സ്പേസ് എന്ന് പറയുന്നത് നോർമൽ സ്പേസിന്റെ അടിയിലാണ്. ഒരു ഗേറ്റ് വഴിയല്ലാതെ അതിൽ എൻട്രി ചെയ്താൽ നമ്മൾ സ്പേസിന്റെ ഏത് ഭാഗത്തേക്ക് എത്തിച്ചേരും എന്ന് പറയാൻ പറ്റത്തില്ല. ഗാലക്സിയുടെ 98% അൺമാപ്പ് ചെയ്യാത്തതായതുകൊണ്ട് സ്പേസിൽ വഴി തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു രക്ഷയുണ്ടാവത്തില്ല. അതിനിടയിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ വന്നു. ഇവരുടെ ഷിപ്പിന്റെ പൈലറ്റിന്റെ പേര് ക്യാപ്റ്റൻ ഡാനിയൽ എന്നാണ്. പുള്ളി പനി പിടിച്ച് കിടക്കുകയാണ് എന്നാണ് ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അയാൾക്ക് സുഖമായോ? നിങ്ങൾ ഉടനെ യാത്ര ആരംഭിക്കുന്നതുകൊണ്ട് പുള്ളി തന്നെ ആയിരിക്കുമോ പൈലറ്റ് എന്നാണ് ആ ലേഡി ചോദിക്കുന്നത്. എന്നാൽ റോബിൻസൺ അതിനൊരു മറുപടി പറയുന്നില്ല. കാരണം പൈലറ്റ് ഡാനിയലിന് പനിയൊന്നുമല്ല, അത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർ പറഞ്ഞുണ്ടാക്കിയതാണ്. യഥാർത്ഥത്തിൽ ഡാനിയൽ മരിച്ചു. ആ ടെററിസ്റ്റുകൾ കൊന്നാണ്. ഇനിയിപ്പോ പുതിയ പൈലറ്റിനെ അവർക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോ റോബിൻസന്റെ വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ഇളയ മകളായ പെന്നി അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പെട്ടെന്ന് ഇവർ യാത്ര പുറപ്പെടും എന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഇനിയിപ്പോ ഇവർക്ക് ഇവിടെ ഫ്രണ്ട്സിനൊന്നും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അമ്മയോട് പറയാതെ അവൾ അനിയനോട് മാത്രം കാര്യം പറഞ്ഞ് ആരും അറിയാതെ അവൾ വീട്ടിൽ നിന്ന് ചാടി. ഇതേ സമയം തന്നെ റോബിൻസണും പിന്നെ ബെൻ എന്ന് പറയുന്ന ഒരു ഓഫീസറും കൂടെ ആ ഫൈറ്റർ പൈലറ്റായ ഡോണിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇവനൊരു മികച്ച പൈലറ്റ് ആയതുകൊണ്ട് ജുപ്പിറ്ററിന്റെ പൈലറ്റിന് ഇവനാക്കിയാലോ എന്നവർ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അവനോട് ആ കാര്യം പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു ഇന്റർവ്യൂ പോലെ ബെൻ ഇപ്പൊ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അവനോട് ചോദിക്കുകയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ജുപ്പിറ്റർ മിഷനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയാം? എന്തറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജുപ്പിറ്റർ എന്ന് പറയുന്ന ഒരു ഭീമൻ ഷിപ്പാണ്. അതിലെല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കും. ഒരു കുരങ്ങനെ പിടിച്ചിട്ട് അതിന്റെ കോക്പിറ്റിൽ ഇരുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവൻ ആ ഷിപ്പുമായിട്ട് ഈ സോളാർ സിസ്റ്റം വിട്ടു പോകും. അത്രയ്ക്ക് സിമ്പിളാണ് കാര്യങ്ങൾ.
അവനത് പറഞ്ഞു കഴിഞ്ഞപ്പം ബെൻ അടുത്ത ചോദ്യം ചോദിച്ചു, നമ്മുടെ ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയുണ്ടല്ലോ അതിനെക്കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയാം? ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം അറിയാം. റിസോഴ്സസ് കുറവാണ്, താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ എല്ലാ കാലത്തെയും പോലെ ഭൂമി പഴയതുപോലെ തന്നെ ആവുമെന്നും അറിയാം. കാരണം നമ്മുടെ ടെക്നോളജി അത്രയും പുരോഗമിച്ചു. പിന്നെ നിങ്ങളിപ്പം ഈ റോബിൻസൺ ഫാമിലിയെ പുതിയ ഗ്രഹത്തിലേക്ക് അയക്കുന്നുണ്ടല്ലോ, അത് വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ? ഡോൺ ഇപ്പം അങ്ങനെ പറഞ്ഞപ്പം അതിന് മറുപടി കൊടുത്ത് റോബിൻസൺ ആണ്. നീ ഇപ്പൊ പറഞ്ഞത് നിന്റെ തെറ്റായ അറിവാണ്. ഈ ഭൂമിയിൽ ഇനി ഒന്നും ശരിയാവത്തില്ല ഡോൺ. നമ്മുടെ ഫോസിൽ ഫ്യൂൾസ് എല്ലാം തീർന്നു. ഓസോൺ പാളിയുടെ കാര്യം പറയുകയാണെങ്കിൽ 40% നശിച്ചു. മാക്സിമം പോയി കഴിഞ്ഞാൽ 20 വർഷം, അതിൽ കൂടുതൽ മനുഷ്യരാശിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മറ്റൊരു ഗ്രഹം കോളനൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്, അല്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല. അടുത്തതായിട്ട് ഡോൺ എത്രമാത്രം ആത്മാർത്ഥതയുള്ള ആളാണെന്ന് അറിയാൻ വേണ്ടി ചില ക്വസ്റ്റ്യൻസ് കൂടെ ബെന്നി ചോദിച്ചു. അതിനയാൾ മറുപടി പറഞ്ഞു കേട്ടപ്പം അപ്പൊ ഇവൻ തന്നെയാണ് ഇവർക്ക് ഇവിടെ പൈലറ്റ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ബെന്നി ഇപ്പൊ ഡോണിന്റെ അടുത്ത് ആ കാര്യം റിവീൽ ചെയ്യാണ്. നീയാണ് ഇനി ജൂപ്പിറ്ററിന്റെ പൈലറ്റ്. അവൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഇതേ സമയം തന്നെ ആ ടെററിസ്റ്റുകളുടെ ലീഡർ ഒരു ഡോക്ടർ സ്മിത്തിനെ രഹസ്യമായിട്ടൊരു മീറ്റിംഗിന് വിളിച്ചിരിക്കുകയാണ്. ഈ ഡോക്ടർ സ്മിത്ത് എന്ന് പറയുന്നത് ആ ജൂപ്പിറ്റർ സ്പേസ് ഷിപ്പ് ഉണ്ടല്ലോ അതിലെ ഡോക്ടറാണ്. അതായത് റോബിൻസൺ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നയാളാണ്. ആ ലീഡർ ഇപ്പോൾ അവരുടെ ടെററിസ്റ്റ് പരിപാടികൾക്ക് വേണ്ടി ഈ ഡോക്ടർ സ്മിത്തിനെ ഹയർ ചെയ്തു. ഈ സ്മിത്താണ് ആദ്യത്തെ പൈലറ്റായ ആ ഡാനിയലിനെ അയാളുടെ അപ്പാർട്ട്മെന്റിൽ വെച്ച് കൊന്നത്. ഇവരുടെ ലക്ഷ്യം ആ ജൂപ്പിറ്റർ മിഷൻ തടയാന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ പുതിയൊരു പൈലറ്റിനെ നിയമിച്ചല്ലോ. മാത്രമല്ല ഹൈപ്പർ ഗേറ്റ് തകർക്കാനുള്ള അവരുടെ പരിപാടിയും പാളിപ്പോയി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജൂപ്പിറ്റർ മിഷൻ തടയണം എന്നാണ് ആ ലീഡർ ഇപ്പോൾ ഡോക്ടർ സ്മിത്തിന്റെ അടുത്ത് പറയുന്നത്. ഇപ്പൊ ഇവർ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ മരുഭൂമി കണ്ടില്ലേ, ഇത് ഒറിജിനൽ അല്ല. ആ ലീഡറും ഈ മരുഭൂമിയും എല്ലാം ഹോളോഗ്രാമാണ്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവരവിടുന്ന് പിരിഞ്ഞു. ഇതേസമയം തന്നെ ബെന്ന് റോബിൻസണും ഡോൺ ആ ജൂപ്പിറ്റർ എന്ന ഷിപ്പിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ അവിടേക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിനിടയിൽ ഒരു ലേഡി അങ്ങോട്ട് വന്നു. ഇവളുടെ പേര് ജൂഡി. ഈ റോബിൻസന്റെ മൂത്ത മകളാണ് ഇവള്. അവളിപ്പോ ഒരു കംപ്ലൈന്റ് പറയാണ്. ക്രയോ സ്ലിപ്പിന്റെ സിസ്റ്റത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ഉടനെ ശരിയാക്കണം. അത് കേട്ടപ്പം ഡോക്ടർ സ്മിത്ത് എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ പറഞ്ഞാണല്ലോ, പിന്നെന്ത് പറ്റി? ബെന്നിന് സംശയമായി. ഡോക്ടർ സ്മിത്ത് നമ്മുടെ ബേസ് ഫിസിഷ്യൻ ആണ്. ഷിപ്പ് പുറപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ഡ്യൂട്ടി ഞാനാണ് ചെയ്യേണ്ടത്. അയാൾ നമ്മുടെ കൂടെ വരുന്നില്ലല്ലോ, അതുകൊണ്ട് ക്രയോ പോർട്ടിന്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തിട്ട് മാത്രം ഈ ഷിപ്പ് ലോഞ്ച് ചെയ്താൽ മതി എന്നാണ് അവള് പറയുന്നത്. അവരത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഡിസ്കഷന് ശേഷം റോബിൻസൺ അവളെ ഡോണും പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് റോബിൻസൺ വീട്ടിലെത്തി. അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു പോയി. അവിടെ ഒരു ഡിവൈസ് ഇരിക്കുന്നു. അയാളുടെ ഇളയ മകനായ ബില്ലിന്റെ സ്കൂൾ പ്രൊജക്റ്റ് ആണത്, ഒരു ടൈം മെഷീൻ. ഇപ്പൊ അയാളുടെ ഭാര്യയെ മൗറീൻ അയാളോട് പറയുന്നത് ഈ ഒരു ഡിവൈസിന് അവന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്നാണ്. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞു. ഇപ്പൊ ജൂപ്പിറ്റർ ഷിപ്പിലേക്ക് കാർഗോസ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ബോക്സിനകത്ത് ആരും കാണാതെ ആ ഡോക്ടർ സ്മിത്ത് കയറി കൂട്ടിയിട്ടുണ്ട്, അയാളുടെ ദേഹത്തായിട്ടൊരു ഡിവൈസും. അങ്ങനെ ഷിപ്പിന്റെ ഉള്ളിലേക്ക് കയറിയതിനു ശേഷം സ്മിത്ത് നേരെ പോയത് ആ ഷിപ്പിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്ന ഒരു റോബോട്ടിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അയാൾ ആ ഡിവൈസ് വെച്ച് ആ റോബോട്ടിനെ ഹാക്ക് ചെയ്തു. ആ റോബോട്ടിന്റെ യഥാർത്ഥ മിഷൻ റോബിൻസൺ ഫാമിലിയെ സംരക്ഷിക്കുക, പിന്നെ ഷിപ്പിന്റെ സിസ്റ്റംസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. എന്നാൽ സ്മിത്ത് അത് ഹാക്ക് ചെയ്ത് ആ ഡ്യൂട്ടി ഒക്കെ അങ്ങോട്ട് മാറ്റി കൊടുത്തു. ഇനി അങ്ങോട്ട് ആ റോബോട്ടിന്റെ ഡ്യൂട്ടി ഷിപ്പ് പുറപ്പെട്ടിട്ട് 16 മണിക്കൂർ കഴിഞ്ഞാൽ റോബിൻസൺ ഫാമിലിയെ കൊല്ലുക, എന്നിട്ട് ഷിപ്പിന്റെ കൺട്രോൾ സിസ്റ്റം ഒക്കെ തകർക്കുക. അങ്ങനെ പണി തീർന്നതിന് ശേഷം സ്മിത്ത് വന്ന വഴി തിരിച്ചിറങ്ങാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ആ ടെററിസ്റ്റിനെ ലീഡർ ആ ഹോളോഗ്രാമിൽ വിളിക്കുന്നത്. അത് കണ്ട് സ്മിത്തിന് ദേഷ്യം വന്നു. ഈ സമയത്താണോ വിളിക്കുന്നത്? ഇവിടെ ആൾക്കാരുണ്ടാവും അറിയത്തില്ലേ? അത് കേട്ട ലീഡർ പറയുന്നത്, നീ നിന്റെ ജോലി പൂർത്തിയാക്കിയില്ലേ, അതിന്റെ സന്തോഷത്തിൽ വിളിച്ചാണ്. എല്ലാം തീർന്ന സ്ഥിതിക്ക് നിന്നെ ഇനി ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് അയാൾ കോള് കട്ട് ചെയ്തു. അതിനെ തുടർന്ന് സ്മിത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഡിവൈസിൽ എന്തൊക്കെ പൊട്ടലും ചീറ്റലും. അതോടുകൂടെ സ്മിത്തിന്റെ ബോധവും പോയി. അങ്ങനെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. എല്ലാവരും ആ ക്രയോപോഡിന്റെ ഉള്ളിലേക്ക് കയറി. ഇനിയുള്ള പണി പൈലറ്റായ ഡോണിന്റെയാണ്. ഷിപ്പ് ലോഞ്ച് ചെയ്യണം. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ജൂപ്പിറ്റർ 1 എന്ന ഭീമൻ ഷിപ്പ് ലോഞ്ച് ചെയ്തു. പറക്കുന്തളിക പോലെ വട്ടത്തിലാണ് അതിന്റെ രൂപം. ഒരു വലിയ ടവറിന്റെ മുകളിൽ നിന്നാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ജൂപ്പിറ്റർ സ്പേസിലേക്ക് എത്തി. അതിനെ തുടർന്ന് അതിന്റെ പുറത്തെ പാളികളൊക്കെ സെപ്പറേറ്റ് ആയി. ഇനിയിപ്പോൾ അതിന്റെ ഉള്ളിലുള്ളതാണ് ജൂപ്പിറ്റർ 2. ഇതാണ് ആൽഫ പ്രൈം എന്ന ഗ്രഹത്തിലേക്ക് പോകുന്നത്. അതിപ്പോൾ അതിന്റെ യാത്ര ആരംഭിച്ചു. ഇത്രയുമാണ് ഡോണിന്റെ ജോലി. ഇനിയിപ്പോൾ അവന് ഉറങ്ങാൻ പോകണം. അതിപ്പോൾ കുറച്ച് അപ്പുറത്തേക്ക് മാറി അവിടുത്തെ നാവിഗേഷൻ ഓൺലൈനിലാക്കി. എന്നിട്ട് വേഗം ചെന്നിട്ട് ആ ക്രയോപോഡിൽ ഉറങ്ങുന്ന റോബിൻസൺ ഫാമിലിയൊക്കെ നോക്കി. കുഴപ്പമില്ലാതെ ഉറപ്പുവരുത്തിയതിനു ശേഷം ഡോൺ അവന്റെ ക്രയോപോഡിലേക്ക് കയറി. ഇതേസമയത്തിന്റെ ഷിപ്പാണെങ്കിൽ ഭൂമിയും ചന്ദ്രനെയും വിട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു. അവിടെ ബോധം കെട്ട് കിടന്നിരുന്ന സ്മിത്ത് എഴുന്നേറ്റു. അയാളിപ്പോൾ ആ ഷിപ്പിന്റെ ഉള്ളിലേക്ക് കയറിയതിനു ശേഷം ആ ഡിവൈസ് എടുത്ത് കളഞ്ഞു. അവന്റെ കൈപ്പത്തിയൊക്കെ പൊള്ളിയിരിക്കുകയാണ്. ഈ സമയം അയാൾ ചെന്നിട്ട് അവിടുത്തെ വിൻഡോ ഓപ്പൺ ചെയ്തപ്പോൾ ആ ഷിപ്പ് ഇപ്പോൾ യാത്ര പുറപ്പെട്ടു എന്ന കാര്യമൊക്കെ മനസ്സിലായി. അയാൾക്കാണെങ്കിൽ ഇനി ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അതിനിടയിലാണ് ആ റോബോട്ട് ഓൺ ആവുന്നത്. അതിപ്പോൾ അതിന്റെ പണി തുടങ്ങി. ഈ സമയം സ്മിത്ത് ആ ഡിവൈസ് എടുത്ത് അതിനെ ഡിസേബിൾ ചെയ്യാനൊക്കെ നോക്കി. പക്ഷെ കയ്യിലുണ്ടായിരുന്ന ഡിവൈസ് അടിച്ചു പോയതുകൊണ്ട് അത് പറ്റുന്നില്ല. അങ്ങനെ റോബോട്ട് അവിടെ മൊത്തം വെടിവെച്ച് തകർക്കാൻ തുടങ്ങി. ഇത് കാണുന്ന സ്മിത്ത് വേഗം ചെന്ന് ക്രയോപോഡിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാമിലി അങ്ങോട്ട് എഴുന്നേപ്പിച്ചു. അവർ പുറത്തേക്ക് ഇറങ്ങിയത് കാണുമ്പോൾ റോബോട്ട് ഇപ്പോൾ അവരുടെ നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ വെടി കൊള്ളുന്നതിന് മുമ്പ് തന്നെ അവർ ഓടി മാറി. അതിനിടയിൽ അവിടെ ഇരിക്കുന്ന ഒരു തോക്കെടുത്ത് റോബിൻസൺ ആ റോബോട്ടിനെ ഒന്ന് ഷൂട്ട് ചെയ്തു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ റോബോട്ട് തിരിച്ച് ഷൂട്ട് ചെയ്തപ്പോൾ റോബിൻസൺ തെറിച്ചു പോവുകയും ചെയ്തു.
അതിനിടെ ഡോൺ ഒറ്റ ചാട്ടത്തിന് ആ റോബോട്ടിന്റെ പുറത്ത് കയറി. എന്നിട്ട് അതിന്റെ സർക്യൂട്ട് പൊട്ടിച്ചിട്ട് അതിന് ഓഫ് ചെയ്യാനൊരു ശ്രമം നടത്തി. പക്ഷെ നടന്നില്ല. അവൻ ഷോക്കേറ്റ് തെറിച്ചു വീഴാണ് ചെയ്തത്. അങ്ങനെ അവന്മാരെ കെട്ടിച്ചിട്ടതിന് ശേഷം റോബോട്ട് ഇപ്പൊ നേരെ പോകുന്നത് മൗറൈന്റെയും പെന്നിയുടെ അടുത്തേക്കാണ്, അവരെ കൊല്ലാൻ. അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തുമില്ല. എന്നാൽ ആ റോബോട്ട് അവരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ബില്ല് ഇപ്പൊ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഡിവൈസ് വെച്ചിട്ട് ആ റോബോട്ടിനെ ഹാക്ക് ചെയ്തു. അതിനെ തുറന്ന് റോബോട്ട് നോർമലായി. ഇനിയിപ്പോ റോബോട്ട് ബില്ലിന്റെ കൺട്രോളിലാണ്. അങ്ങനെ എല്ലാം നോർമലായി കഴിഞ്ഞപ്പം റോബിൻസൺ ചെന്ന് ഷിപ്പിന്റെ കൺട്രോൾ ഏറ്റെടുത്തു. പക്ഷെ അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഒന്നും വർക്കാവുന്നില്ല. ഈ സമയത്താണ് ഡോൺ ചെന്ന് അവിടെ കിടന്നിരുന്ന സ്മിത്തിനെ പിടിച്ചത്. അപ്പൊ അയാളാണ് ഈ പണി ഒപ്പിച്ചത് എന്ന കാര്യം ഡോണിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഡോൺ സ്മിത്തിനെ അവിടുന്ന് താഴേക്കിടാൻ തുടങ്ങുമ്പോഴാണ് ആ ക്രയോപോഡുകൾക്ക് അടുത്തുനിന്നും മൗറീൻ വിളിച്ചത്. ജൂഡി ഇപ്പോഴും ആ ക്രയോപോഡിനകത്താണ്. പോഡാണെങ്കിൽ കംപ്ലൈന്റ് ആവുകയും ചെയ്തു. അവളെ പുറത്തെടുത്തിട്ടില്ലെങ്കിൽ അവൾ മരിച്ചു പോകും. അതിനി ആ സ്മിത്തിനെ കൊണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് ജൂഡിയെ രക്ഷിക്കാൻ ഡോൺ അയാളെ വിട്ടു. അങ്ങനെ അയാളെ വിട്ടതിന് ശേഷം ഡോൺ വേഗം റോബിൻസിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ പെട്ടെന്നാണ് അവിടുത്തെ വിൻഡോ ഓപ്പൺ ആയിട്ട് ശക്തിയായ സൂര്യപ്രകാശം വന്നത്. അവർ നോക്കിയപ്പോൾ സൂര്യന്റെ ഗ്രാവിറ്റി ഷിപ്പിനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അത് സൂര്യനിലേക്ക് ചെന്ന് വീഴും. ഈ സമയം സ്മിത്തും മൗറീനും കൂടെ ആ പോഡ് തുറന്ന് ജൂഡിയെ വെളിയിലെടുത്തു. എന്നാൽ അവൾക്ക് ബോധമില്ല. അതുകൊണ്ട് വേഗം അവർ അവളെ എടുത്ത് മെഡിക്കൽ റൂമിലേക്ക് പോയി. ഈ സമയം റോബിൻസിന്റെയും ഡോണിന്റെ മുമ്പിൽ ഇനി ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ ഷിപ്പിന്റെ ഹൈപ്പർ എഞ്ചിൻ ഓണാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് സൂര്യനിലേക്ക് ചെന്ന് വീഴും. ഇനി ഓണാക്കിയാലോ അത് പ്രപഞ്ചത്തിന് വേറെ എവിടേക്കെങ്കിലും എത്തിച്ചേരും. എങ്കിലും ആ റിസ്ക് എടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരെ ഹൈപ്പർ എഞ്ചിൻ ഓണാക്കി. അതോടുകൂടെ വളരെ വേഗത്തിൽ സൂര്യന്റെ ഉള്ളിൽ കൂടെ ആ ഷിപ്പ് എങ്ങോട്ടോ തെറിച്ചുപോയി. നല്ല വേഗതയിൽ അത് പോകുന്നതുകൊണ്ട് ഷിപ്പിനകത്തുണ്ടായിരുന്ന എല്ലാവരും അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് ആ ഷിപ്പ് പ്രപഞ്ചത്തിന്റെ മറ്റേതോ ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. അത് മുന്നോട്ട് പോകുന്ന വഴി ഏതോ ഒരു ഗ്രഹത്തെ കാണാം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നോർമലായി കഴിയുമ്പോൾ റോബിൻസൺ അയാളുടെ ഫാമിലിയുടെ അടുത്തേക്ക് വന്നു. ജോഡിക്ക് കുഴപ്പമൊന്നും ഇല്ലാത്ത കാണുമ്പോൾ അയാൾക്ക് സമാധാനമായി. അങ്ങനെ അടുത്തതായിട്ട് റോബിൻസൺ പോയത് ആ സ്മിത്തിനെ പിടിക്കാനാണ്. കാശിന് വേണ്ടിയിട്ടാണ് അയാൾ ഈ പണി ഒപ്പിച്ചത് എന്ന കാര്യം റോബിൻസന് മനസ്സിലായി. കൊന്നു കളയേണ്ടതാണ്. കാരണം അയാൾ കളിച്ചിരിക്കുന്നത് മനുഷ്യരാശിയുടെ ഫ്യൂച്ചർ വെച്ചാണ്. പക്ഷെ എന്തോ റോബിൻസൺ അയാളെ കൊല്ലാൻ തോന്നുന്നില്ല. അങ്ങനെ ഒരു 2 മിനിറ്റിന് ശേഷം എല്ലാവരും ഇപ്പം ആ നാവിഗേഷൻ ഹോളോഗ്രാമിന് ചുറ്റും കൂടി. അവരിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയണം. പക്ഷെ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ടും അവരുടെ ലൊക്കേഷൻ അവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നിരാശയുമായി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. എല്ലാവരും ഇപ്പം ഓരോരോ പണിയിലാണ്. ഈ സമയം മൗറീനും റോബിൻസണും കൺട്രോൾ റൂമിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ അവർ മുന്നിലേക്ക് നോക്കിയപ്പോൾ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കണ്ടു. മുന്നിലായിട്ട് വലിയൊരു ഹോൾ അതിങ്ങനെ ഓപ്പൺ ചെയ്തു വരുന്നു. ആ ഹോളിന്റെ അപ്പുറത്താണെങ്കിലോ ഒരു ഗ്രഹവും. ആ ഗ്രഹത്തിനടുത്തായിട്ട് വലിയൊരു സ്പേസ് ഷിപ്പും ഉണ്ട്. അത് കണ്ട് അവർ വേഗം ആ ഹോളിലൂടെ അപ്പുറത്തേക്ക് കടന്നു. നേരെ ആ ഷിപ്പിന്റെ അടുത്തേക്ക്. ആ ഷിപ്പിലേക്ക് നോക്കുമ്പോൾ അതിനകത്ത് ലൈറ്റൊക്കെ കാണാം. അത് മനുഷ്യർ പണിത ഷിപ്പ് തന്നെയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതിൽ ആ ഷിപ്പിന്റെ പേര് എഴുതിയിട്ടുണ്ട്, പ്രോട്ടിയസ്. പ്രതീക്ഷയ്ക്കുള്ള ചെറിയൊരു വകയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ അവർ ആ ഷിപ്പിന്റെ മുൻഭാഗം കടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് എത്തി. അതിലേക്ക് ഡോക്ക് ചെയ്യണം, അതാണ് അവരുടെ പ്ലാൻ. എന്നാൽ ഡോക്കിംഗ് പോയിന്റിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പം അതിന്റെ അപ്പുറത്തായിട്ട് മറ്റൊരു ചെറിയ ഷിപ്പ് കണ്ടു. എന്നാൽ അത് മനുഷ്യരുടെ ഷിപ്പായിരുന്നില്ല, അതൊരു ഏലിയൻ ഡിസൈൻ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ചെറിയൊരു പേടിയും തോന്നി. എങ്കിലും ആ പ്രോട്ടീസിന്റെ അകത്തേക്ക് പോവാം എന്ന് തന്നെ അവർ തീരുമാനിച്ചു. അങ്ങനെ 4 പേര് ആ ഷിപ്പിന്റെ ഉള്ളിലേക്ക് കയറി. ഡോൺ, ജൂഡി, റോബിൻസൺ, പിന്നെ സ്മിത്തും. അയാൾ ഒറ്റയ്ക്കേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ പണി തരും എന്ന കാര്യം അവർക്കറിയാം. അതുകൊണ്ടാണ് ഇവർ അയാളെയും കൂടെ കൂട്ടിയത്. പിന്നെ അവരുടെ കൂടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ആ റോബോട്ടും ഉണ്ട്. ഒരു റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് ആ റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് മറ്റേ ഷിപ്പിനകത്തിരുന്നിട്ട് ബില്ലാണ്. അങ്ങനെ പ്രോട്ടീസ് എന്ന ഷിപ്പിനകത്തേക്ക് കയറി അവിടുത്തെ പവർ ഓണാക്കി അവരവിടെയുള്ള ഒരു വലിയ ഹാളിലൂടെ നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് താഴെയായിട്ട് എന്തോ ഇറ്റിറ്റ് വീഴുന്നവർ കണ്ടത്. മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു മുട്ട പോലെ എന്തോ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതിൽ നിന്നാണ് അത് വീണുകൊണ്ടിരിക്കുന്നത്. ജൂഡി ഉടനെ ഒരു ഡിവൈസ് എടുത്ത് അത് സ്കാൻ ചെയ്തു. അത് ജീവനുള്ള എന്തോ ആണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അവളത് ബാക്കിയുള്ളവരോട് പറയുകയും ചെയ്തു. അങ്ങനെ അത് നോക്കിയതിന് ശേഷം അവർ പിന്നെയും മുന്നോട്ട് നടന്നു. ഒരു റൂമിനകത്തേക്ക് കയറിയപ്പോൾ അവിടെ ഒരു റോബോട്ട് ഇരിക്കുന്നു. ഇപ്പൊ ഇവരുടെ കൂടെയുള്ള റോബോട്ട് ഉണ്ടല്ലോ, അതിന്റെ ഫ്യൂച്ചർ ഡിസൈൻ. അങ്ങനെ അടുത്തായിട്ട് അവർ പോകുന്നത് കൺട്രോൾ റൂമിലേക്കാണ്. അവിടെ ഒരു സ്ക്രീൻ കാണാം. അതിൽ ക്യാപ്റ്റൻ എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അവരത് ചെക്ക് ചെയ്യുന്നത്. അവരുടെ ഊഹം തെറ്റിയില്ല, അതിലൊരു റെക്കോർഡിങ്സ് ഉണ്ടായിരുന്നു. എന്നാൽ അത് കണ്ടപ്പോൾ അവർ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ആ റെക്കോർഡിങ്സിൽ ഉണ്ടായിരുന്നത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഈ ഡോണിന്റെ ഫ്രണ്ട് ഒരു ജെഡ് ഉണ്ടല്ലോ, അയാളാണ്. അത് ഫ്യൂച്ചറിൽ അയാൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഇവരുടെ ഈ ഷിപ്പ് മിസ്സായി എന്ന് മനസ്സിലായതിനു ശേഷം ഭൂമിയിൽ നിന്ന് അയച്ചാണ് അയാളെ. അതവർക്ക് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. കാരണം ഒരു ദിവസമായിട്ടുള്ള ഒരു മിസ്സായിട്ട് പിന്നെ എങ്ങനെയാണ് അവർ ഷിപ്പിനെ അയക്കുന്നത്? എത്ര ആലോചിച്ചിട്ട് അവർക്ക് എത്തും പിടിയും കിട്ടുന്നില്ല. അത് ചെക്ക് ചെയ്തതിനു ശേഷം പിന്നീട് അവർ നോക്കുമ്പോൾ ആ ഷിപ്പിന്റെ പല ഭാഗങ്ങളിലും ആ മുട്ടകൾ കാണുന്നുണ്ട് മുകളിലായിട്ട്. ഈ സമയത്താണ് അപ്പുറത്ത് നിന്ന് എന്തോ വരുന്നതിന് നിഴൽ അവർ കണ്ടത്. അതുകൊണ്ട് അവർ വേഗം അവിടുന്ന് ഓടി. അങ്ങനെ അവർ എത്തിച്ചേർന്നത് ആ ഷിപ്പിൽ വളർത്തിയ ഒരു ഗാർഡന്റെ ഉള്ളിലാണ്. നല്ല പോലെ അവിടുത്തെ ചെടികളൊക്കെ വളർന്നിട്ടുണ്ട്. ഇത്രയും വളരണമെങ്കിൽ ഒരുപാട് വർഷമാവും. അങ്ങനെ അവിടെ പരിശോധിക്കുന്നതിനിടയിലാണ് ഡോൺ അവിടെ കിടന്നൊരു കുരങ്ങനെ കിട്ടിയത്. അത് വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട്. ആദ്യം അതിനൊരു ചുവന്ന കളറായിരുന്നു, പിന്നീട് അത് ബ്രൗൺ ആയിട്ട് മാറി. നല്ല ക്യൂട്ടായതുകൊണ്ട് ഡോൺ അതിനെ കൂടെ കൂട്ടുകയും ചെയ്തു. അങ്ങനെ അവർ പിന്നെയും ആദ്യം വന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഡോൺ ആ കുരങ്ങനെ കഴിക്കാൻ വേണ്ടി ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു. ആർത്തിയോടെയാണ് അത് ആ ചോക്ലേറ്റ് കഴിച്ചത്, ഇതിനു മുമ്പ് ഭക്ഷണം കിട്ടാത്തതുപോലെ. അതിനിടയിൽ അവിടുത്തെ കമ്പ്യൂട്ടറിൽ നിന്നും ആൽഫ പ്രൈമിലേക്ക് പോകാനുള്ള ഒരു റൂട്ട് മാപ്പ് കൂടെ റോബിൻസൺ ഡൗൺലോഡ് ചെയ്തെടുത്തു. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു പണി വന്നത്.
അവിടെ പറ്റിപ്പിടിച്ചിരുന്ന ആ മുട്ടകളുണ്ടല്ലോ, അതിൽ നിന്നും ചിലന്തികൾ പോലത്തെ ഏലിയൻസ് പുറത്തു വന്നു അവരെ അറ്റാക്ക് ചെയ്യാൻ. പിന്നീട് കുറേ നേരത്തേക്ക് ഒരു ഗംഭീര ഷൂട്ടൗട്ടാണ് നടന്നത്. ആ റോബോട്ടാണ് എല്ലാത്തിനെയും വെടിവെച്ച് വീഴ്ത്തിയത്. പക്ഷെ ഒരു ജോയ്സ്റ്റിക്ക് വഴി അതിനെ ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വില്ല എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ റോബോട്ടിന്റെ ഒരു ഹോളോഗ്രാമിന്റെ അകത്ത് കയറി എന്നിട്ട് റോബോട്ടിനെ കൺട്രോൾ ചെയ്തു. ഇപ്പൊ അവൻ ഈസി ആയിട്ട് എല്ലാത്തിനെയും വെടിവെച്ച് വീഴ്ത്താൻ പറ്റുന്നുണ്ട്. അതിനിടയിൽ ആ റോബോട്ടിന്റെ ഒരു കൈ ഒടിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ കഷ്ടപ്പെട്ട് അവർ ആ ഡോറിന്റെ അപ്പുറത്തേക്ക് കയറി. എന്നാൽ ആ ഡോർ അടിക്കാൻ തുടങ്ങിയപ്പം പെട്ടെന്ന് ഒരു ചിലന്തി വന്നിട്ട് ആ സ്മിത്തിനെ കടിച്ചു അവന്റെ പുറത്ത്. അതിനിടയിൽ ആ ഡോർ ക്ലോസ് ആയി. ആ ചിലന്തിയുടെ ഒരു കാലൊടിഞ്ഞു വീഴുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും ആ റോബോട്ടിന് പണിയായിരുന്നു. എങ്കിലും ബില്ല് വിട്ടില്ല. അവൻ അതിന്റെ ഇന്റലിജൻസ് ഒക്കെ ഒരു ഡിസ്കിലേക്ക് ഡൗൺലോഡ് ചെയ്തു. അങ്ങനെ വേഗം തന്നെ എല്ലാവരും ജൂപ്പിറ്ററിലേക്ക് എത്തി. ആ കുരങ്ങനും കൂടെ ഉണ്ട്. അത് വന്ന പാടെ നേരെ ചാടുന്നത് പെന്നിയുടെ ദേഹത്തേക്കാണ്. അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ അവർ ജൂപ്പിറ്റർ ആ സ്പേസ് ഷിപ്പിൽ നിന്ന് അൺഡോക്ക് ചെയ്തു. എന്നാൽ പോകാൻ തുടങ്ങിയപ്പോൾ ആ സ്പൈഡേഴ്സ് എല്ലാം കൂട്ടത്തോടെ ജൂപ്പിറ്ററിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അവർക്ക് സ്പേസിൽ നിൽക്കാൻ പറ്റും. അത് കാരണം അവർ ആ ചിലന്തികൾക്ക് നേരെ മിസൈലൊക്കെ പ്രയോഗിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവസാനം ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഡോൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പ്രോട്ടീസ് എന്ന് പറഞ്ഞ ഷിപ്പ് മൊത്തം അങ്ങോട്ട് തകർത്ത് കളഞ്ഞു. ഒരു ഗംഭീര പൊട്ടിത്തെറിയാണ് നടന്നത്. എന്നാൽ അവിടുന്ന് രക്ഷപ്പെട്ടെങ്കിലും അവിടെ ഒരു ഗ്രഹം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഗ്രാവിറ്റി ജൂപ്പിറ്ററിനെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് വളരെ വേഗത്തിൽ അവർ ആ ഗ്രഹത്തിൽ ചെന്ന് വീഴാണ്. ഒരു റോക്കി പ്ലാനറ്റ് ആണത്. അവർ താഴെ വീഴുന്ന വഴി ജൂപ്പിറ്റർ അവിടുത്തെ ഒരു മലയിലിടിച്ചു. എന്നിട്ട് നേരെ നിലത്തേക്ക് വീണു. പക്ഷെ അവിടെ അത് നിന്നില്ല. നിരങ്ങി അവസാനം ഒരു മലയുടെ താഴ്ചയിലേക്കാണ് ചെന്ന് വീണത്. ഭാഗ്യത്തിന് അതിനകത്തുള്ള ആർക്കും ഒരു കുഴപ്പവും പറ്റിയില്ല. പക്ഷെ ഏത് ഗ്രഹത്തിലാണ് അവർ വന്ന് വീണിരിക്കുന്നത് എന്നൊരു ഐഡിയയും ഇല്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ സ്മിത്ത് ഇപ്പോഴും ഉഡായിപ്പ് പരിപാടികൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണം. അവർ ആ പ്രോട്ടീസ് എന്ന ഷിപ്പിൽ കയറിയപ്പം അവിടെ റോബോട്ട് ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഒരു മെയിൻ പാർട്ട് അടിച്ചുകൊണ്ടാണ് ഈ സ്മിത്ത് വന്നിരിക്കുന്നത്. അവനിപ്പം അതിൽ പണിയാൻ തുടങ്ങി. അതിനിടയിൽ ആ ചിലന്തി കടിച്ച അയാളുടെ പുറത്തുള്ള മുറിവുണ്ടല്ലോ, അത് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ഈ സമയം ജൂഡിയും പെന്നിയും കൂടെ ആ കുരങ്ങനെ സ്കാൻ ചെയ്തു. അതൊരു ഏലിയൻ ആണ്, മാത്രമല്ല അതൊരു ഫീമെയിലും ആണ്. പെന്നിക്ക് ഇപ്പൊ അതിന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ചേച്ചിയുടെ സമ്മതം മേടിച്ച് അവൾ ആ കുരങ്ങനെ മേടിച്ചു അവളുടെ ഒരു ഫ്രണ്ടായിട്ട്. ബ്ലാർപ്പ് എന്നാണ് അവൾ അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഈ സമയം തന്നെ റോബിൻസനും കൂട്ടരും ആ ഗ്രഹത്തിന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ സ്കാൻ ചെയ്യാണ്. അവിടെ മനുഷ്യന് ശ്വസിക്കാൻ പറ്റും എന്ന കാര്യം അവർക്ക് മനസ്സിലായി. മാത്രമല്ല അവിടെ നിന്ന് 5 മൈൽ ദൂരെയായിട്ട് ഒരു സ്ഥലത്ത് എന്തോ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കിടപ്പുണ്ട് എന്നും കൂടെ അവർക്ക് ആ സ്കാനിങ്ങിൽ മനസ്സിലായി. ഇനിയിപ്പോൾ അത് പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഇവരുടെ ഈ ഷിപ്പിന് ഉപകാരപ്പെടും. അങ്ങനെ ആ ഡിസ്കഷനൊക്കെ ശേഷം ഇന്നത്തെ ദിവസം എല്ലാവരും പോയി കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ തന്നെ കമ്പ്യൂട്ടറിൽ ഒരു അലേർട്ട് വന്നു. സോളാർ പാനൽസ് ഒക്കെ ചാർജായി. എല്ലാവരെക്കാളും മുമ്പ് ബില്ലാണ് എഴുന്നേറ്റത്. അവൻ ആ ഷിപ്പിന്റെ ഫ്രണ്ടിലെ വിൻഡോ തുറന്നപ്പോൾ ഒരു അത്ഭുതം കണ്ടു. അവരുടെ ഷിപ്പിന്റെ മുമ്പിലായിട്ട് വലിയൊരു ബബിള്. അവൻ അതെല്ലാവരെയും വിളിച്ച് കാണിച്ചു കൊടുത്തു. അതിനെ തുറന്ന് അവർ ആ ബബിൾ സ്കാൻ ചെയ്ത് നോക്കി. അതിൽ നിന്നും ആ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആ ബബിളിന്റെ സെന്റർ ഭാഗത്താണുള്ളത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. മാത്രമല്ല റോബിൻസൺ പറയുന്നത് ഈ ഒരു ബബിൾ അവർ നേരത്തെ സ്പേസിൽ കണ്ട ആ ഹോൾ ഉണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെയാണ്. ഒരുപക്ഷെ സ്പേസിൽ ആ ഹോൾ ഒരു ഗേറ്റ് വേ തുറന്നതുപോലെ ഈ ബബിളിനും ഒരു ഗേറ്റ് വേ ഉണ്ടായിരിക്കും. അതായത് ഈ ബബിൾസ് ടൈം ട്രാവൽ സാധ്യമാക്കുന്നതാണ്. റോബിൻസൺ അത് പറയുമ്പോൾ ടൈം ട്രാവലോ അങ്ങനെയൊന്നും ഇല്ല പ്രൊഫസർ, ഡോൺ ആണത് പറഞ്ഞത്. ഉണ്ട് ഡോൺ, ടൈം ട്രാവൽ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു ദിവസം മുമ്പ് കാണാതായ നമ്മളെ അന്വേഷിച്ച് ആ സ്പേസ് ഷിപ്പ് ഫ്യൂച്ചറിൽ നിന്ന് വന്നത്? സമയത്തെ ഭേദിച്ച ആ ഹോളിലൂടെ ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് ആ സ്പേസ് ഷിപ്പിനെ നമ്മൾ കണ്ടുകൂട്ടിയത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഈ ഗ്രഹത്തിൽ കണ്ട ബബിളിന്റെ അകത്തേക്ക് പ്രവേശിച്ചാലും അവർ ഫ്യൂച്ചറിൽ തന്നെയായിരിക്കും എത്തിച്ചേരാ. റോബിൻസൺ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം വിൽ അവന്റെ ഒരു സംശയം പറഞ്ഞു. ഒരുപക്ഷെ ആ ഡോർവേസ് ഒന്നും നാച്ചുറൽ അല്ലെങ്കിലോ? അങ്ങനെ സംഭവിക്കത്തില്ല വിൽ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നാച്ചുറൽ ആയിട്ട് നടക്കൂ. എന്നാൽ വിൽ അത് വിടുന്നില്ല. അല്ല അച്ഛാ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ടൈം മെഷീൻ ഇല്ലേ, അതിന്റെ റിസർച്ച് നടത്തിയപ്പോൾ ആ ടൈം മെഷീൻ കാരണം ഈ ബബിൾസ് പോലൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, മറ്റാരോ ഒരു ഡിവൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഈ ബബിള്. പക്ഷെ റോബിൻസൺ അത് ശരിവെക്കുന്നില്ല. അത് നാച്ചുറൽ ആയിട്ട് സംഭവിച്ചാണ് എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുന്ന ബില്ലിന് ശരിക്കും ദേഷ്യം വന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊന്നും ആർക്കും വിലയില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഈ സമയത്താണ് അവിടെ മൊത്തം കുലുങ്ങുന്നത്. അത് കാണുന്ന റോബിൻസൺ പറയുന്നത് ആ ടൈം ബബിൾ കാരണമായിരിക്കും ഈ കുലുക്കം സംഭവിക്കുന്നത്. ചിലപ്പോൾ ഈ ഗ്രഹം തന്നെ തകരാൻ സാധ്യതയുണ്ട്. അതോട് വേഗം ചെന്ന് നമുക്ക് ആ റേഡിയോ ആക്റ്റീവ് ഡിവൈസ് എടുത്തുകൊണ്ട് വരാം, അയാൾ എല്ലാവരോടുമായിട്ട് പറഞ്ഞു. അതിനുശേഷം റോബിൻസൺ നേരെ പോയത് വില്ലിന്റെ അടുത്തേക്കാണ്. മറ്റേ ആ റോബോട്ടിന്റെ ഇന്റലിജൻസ് ഉപയോഗിച്ച് അവൻ പുതിയൊരെണ്ണം പണിയുന്നതിന്റെ തിരക്കിലാണ്. റോബിൻസൺ ചെന്നിട്ട് അവനെ സമാധാനിപ്പിച്ചു. അയാളുടെ കഴുത്തിൽ ഒരു മാല ഊരി അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അയാൾ ഒരു കാര്യം പറഞ്ഞു. എന്റെ അച്ഛൻ പുള്ളിയുടെ അവസാനത്തെ മിഷന് പോകുമ്പോൾ എനിക്ക് തന്നതാണ് ഈ മാല, തിരിച്ചു വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നില്ല. എന്നാൽ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും, അതുവരെ ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. അങ്ങനെ എല്ലാവരും ആ ബബിളിന്റെ മുമ്പിലെത്തി. റോബിൻസണും ഡോണും മാത്രമാണ് ആ ബബിളിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. വേഗം തന്നെ യാത്ര പറഞ്ഞിട്ട് അവർ ആ ബബിളിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ബാക്കിയുള്ളവർ അത് തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം വില്ലാണെങ്കിൽ ആ റോബോട്ടിന്റെ പണിയിൽ തന്നെയാണ്. പക്ഷെ അതിന്റെ ആ മെമ്മറി ഡൗൺലോഡ് ചെയ്ത സമയത്ത് പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വില്ല് അവന്റെ പേഴ്സണാലിറ്റി ആ റോബോട്ടിന് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അവൻ അതിനൊരു ബോഡി പണിയണം. ഈ സമയം തന്നെ മൗറീനും ജൂഡിയും ആ ഷിപ്പിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ വെൽഡ് ചെയ്ത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു.
റോബിൻസണും ഡോണും ആ ബബിളിന്റെ അകത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മെറ്റലിന്റെ ഭാഗം അവർ കണ്ടത്. അവിടേക്ക് ചെന്ന് നോക്കിയപ്പം അതിൽ ജൂപ്പിറ്റർ 2 എന്ന് എഴുതിയിരിക്കുന്നു. ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. അതെന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഡോണിന് വെടിയേറ്റത്. അവൻ താഴേക്ക് വീണു. അത് കാണുന്ന റോബിൻസൺ ആണെങ്കിൽ അയാളുടെ തോക്കെടുത്ത് ഷൂട്ട് ചെയ്തു. എന്നാൽ അപ്പോഴേക്കും അയാൾക്കും വെടിയുണ്ട്. അതോടുകൂടി അയാളും വീണു. ആ ഷൂട്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു റോബോട്ടാണ്. അതായത് വില്ലിനൊപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റോബോട്ട്, ഫ്യൂച്ചറിലുള്ളത്. ഈ സമയം വില്ലാണെങ്കിൽ ആ റോബോട്ടിന്റെ പണിയിലാണ്. അതിനിടയിലാണ് സ്മിത്ത് അവനെ വിളിക്കുന്നത്. അയാളെ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ, എങ്ങനെയെങ്കിലും ചാടണം, അതാണ് അയാളുടെ ഉദ്ദേശം. അങ്ങനെ വില്ല് അങ്ങോട്ട് ചെന്നപ്പോൾ അയാൾ അവനോട് പറയുന്നത്, ഡോണനിന്റെ അച്ഛനും പുറത്തു പോയിരിക്കല്ലേ, ഒരുപക്ഷെ ആ ഏലിയൻസ് വന്നാൽ എന്ത് ചെയ്യും, അവർ വിട്ടുപോകത്തില്ലേ? അയാൾ അത് പറഞ്ഞപ്പോൾ അത് ശരിയാണ് എന്ന് വില്ലിനും തോന്നി. എന്നാൽ ഞാൻ അവരുടെ പുറകെ പോവാം എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ നിക്ക് വിൽ, നീ ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെയാണ്? അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിലോ, എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിലോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ വരാം, ഞാൻ ഡോക്ടറല്ലേ, എനിക്ക് അവരെ സഹായിക്കാൻ പറ്റിയേക്കും. വിൽ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ വേഗം തന്നെ അവർ രണ്ടുപേരും ആ ഷിപ്പിൽ നിന്നിറങ്ങി ആ ബബിളിന്റെ ഉള്ളിലേക്ക് നടന്നു. അമ്മയും ചേച്ചിമാരും ഒന്നും അറിയാതെയാണ് വിൽ അയാളെയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അവരടുത്തേക്ക് നടക്കുന്ന സമയം ചില പ്രത്യേക തരത്തിലുള്ള ചെടികളൊക്കെ അവിടെ വളർന്നു നിൽക്കുന്ന കാണാം. ഒരുപാടെണ്ണം ഉണ്ട്. മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ സ്പേസ് ഷിപ്പിന്റെ കുറെ മുന്നിലായിട്ടാണ് ആ ബബിൾ ഉള്ളത്. ഈ സമയം തന്നെ വില്ലിന്റെ കയ്യിലായിട്ട് ഒരു ഡിവൈസ് ഉണ്ട്. അവന്റെ അച്ഛനിപ്പോൾ ഉള്ള ലൊക്കേഷൻ അത് നോക്കി അവന് മനസ്സിലാവും. അങ്ങനെ അതും നോക്കിക്കൊണ്ട് നടക്കുമ്പോഴാണ് ഒരു ശബ്ദം അവൻ കേട്ടത്. നോക്കുമ്പോൾ ആ ബബിളിൽ നിന്നാണ്. അത് വലുതാവുന്നു. അതിപ്പോ സ്പേസ് ഷിപ്പിന്റെ തൊട്ടടുത്തേക്ക് എത്തി. അത് കണ്ട് പേടിച്ച് സ്മിത്തും വില്ലും വേഗം അവിടുന്ന് പുറകിലേക്ക് ഓടി. എന്നാൽ കുറച്ച് വലുതായതിനു ശേഷം സ്പേസ് ഷിപ്പിന്റെ തൊട്ട മുന്നിലെത്തി കഴിഞ്ഞപ്പോൾ അത് അവിടെ നിന്നു. അങ്ങനെ അത് നിന്നോന്ന് മനസ്സിലായപ്പോൾ വില്ല് വേഗം തന്നെ ആ ബബിളിന്റെ ഉള്ളിലേക്ക് കയറി. ഈ സമയം സ്മിത്ത് പുറകെ ഉണ്ട്. അയക്കെന്തോ അതിനകത്ത് കയറാനൊരു പേടി. അത് കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല, ഒന്നും പറ്റില്ല, ജസ്റ്റ് ഒരു റൂമിൽ നിന്നും മറ്റൊരു റൂമിലേക്ക് കയറുന്ന പോലെയുള്ളൂ, വില്ല് വിളിച്ചു പറഞ്ഞു. അതിനുശേഷം അവൻ മുന്നോട്ട് നടന്നു. അതിനെ തുടർന്ന് സ്മിത്തും വേഗം ആ ബബിളിന്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ അയാളിപ്പോൾ ഒരു പാറയുടെ അടുത്തേക്ക് പോയപ്പോഴാണ് ഒരു കാര്യം കാണുന്നത്. അവിടെ എന്തോ ഇങ്ങനെ കുത്തി നിർത്തിയിരിക്കുന്നു. അയാൾ അത് നോക്കി നിൽക്കുമ്പോൾ വില്ല് അങ്ങോട്ട് വന്നിട്ട് അയാളെ വിളിച്ചു. അവനത് കാണാൻ പാടില്ലാത്തതായതുകൊണ്ട് വില്ല കുത്തി നിർത്തിയ സാധനത്തിന്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സ്മിത്ത് അവന്റെ അടുത്തേക്ക് പോയി. അവിടെ കുത്തി നിർത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, അത് വില്ലിന്റെ അമ്മയുടെയും ചേച്ചിമാരുടെയും ശവകുടീരങ്ങളാണ്. ഫ്യൂച്ചറിൽ അവർ മരിച്ചിരിക്കുന്നു. ഇതേസമയം തന്നെ റോബിൻസിന് ബോധം വന്നു. അയാൾ നോക്കുമ്പോൾ അയാൾ ഏതോ റൂമിൽ കിടക്കുകയാണ്. തൊട്ടടുത്തായിട്ട് ഡോണോ ഉണ്ട്, പക്ഷെ അവന് ബോധമില്ല. അതിനിടയിൽ ആരോ അയാളുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നുണ്ട്. ഈ സമയം അയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ റോബോട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല ആ ടോർച്ച് അടിക്കുന്നത് അവിടെ ചേറിലിരിക്കുന്ന ഒരാളാണ്. ഏതാണ് ഈ സ്ഥലം? റോബിൻസൺ വിളിച്ചു ചോദിച്ചു. ശരിക്കൊന്ന് നോക്ക്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്നും പറഞ്ഞ് അവൻ അവിടെയുള്ള ഭാഗങ്ങളൊക്കെ അയാൾക്ക് ടോർച്ച് അടിച്ച് കാണിച്ചു കൊടുത്തു. അതിൽ നിന്നും അത് ജൂപ്പിറ്റർ സ്പേസ് ഷിപ്പ് തന്നെയാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതായത് ആ സ്പേസ് ഷിപ്പിന്റെ ഫ്യൂച്ചർ രൂപം. പക്ഷെ എല്ലാം പഴകി തകർന്നിരിക്കുകയാണ്. നീ എന്താണ് ഈ ഷിപ്പിൽ ചെയ്തത്? എന്റെ ഫാമിലിയുടെ? അത് കേട്ട അയാൾ പറയുന്നത്, ആ പ്രോട്ടിയസ് എന്ന ഷിപ്പ് നിങ്ങൾ തകർത്തപ്പോൾ കുറച്ച് സ്പൈഡേഴ്സ് രക്ഷപ്പെട്ടു. അതിനെ തുടർന്ന് അവറ്റകൾ ഈ ഗ്രഹത്തിലേക്ക് വന്നു വീണു. ആ ജീവികൾ നിങ്ങളുടെ ഭാര്യയും മക്കളെയും കൊന്നു കളഞ്ഞു. അവൻ അത് പറഞ്ഞു കേട്ടപ്പോൾ റോബിൻസൺ ഞെട്ടിപ്പോയി. അപ്പൊ നീ ആരാണ്? ഒരു സംശയത്തോടെയാണ് റോബിൻസൺ ചോദിച്ചത്. എന്നെ നിങ്ങൾക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല, ഞാൻ നിങ്ങളുടെ മകൻ വില്ലാണ് എന്ന് പറഞ്ഞ് അവൻ അവന്റെ കഴുത്തിൽ റോബിൻസൺ കൊടുത്ത ആ മാല കാണിച്ചു കൊടുത്തു. തന്റെ മകന്റെ ഫ്യൂച്ചർ രൂപത്തെ കണ്ട് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് റോബിൻസൺ. ഈ സമയം തന്നെ ചെറിയ വില്ലും സ്മിത്തും കൂടെ ആ സിഗ്നലിന് ഫോളോ ചെയ്ത് ഒരു സ്ഥലത്തേക്ക് എത്തി. അവിടെ അവർക്ക് കാണാൻ സാധിച്ചത് വളരെ പഴകിയ ജൂപ്പിറ്റർ 2 എന്നവരുടെ സ്പേസ് ഷിപ്പാണ്. ഈ സമയം ഫ്യൂച്ചർ വില്ലാണെങ്കിൽ ആ ഷിപ്പിനകത്ത് മറ്റൊരു കാര്യം റോബിൻസന് കാണിച്ചു കൊടുത്തു. അതൊരു ടൈം മെഷീൻ ആയിരുന്നു. അവരുടെ ആ ഷിപ്പിന്റെ ഹൈപ്പർ എഞ്ചിൻ ഉപയോഗിച്ച് അവൻ പണിത ടൈം മെഷീൻ. അത് കണ്ട് റോബിൻസൺ ശരിക്കും അന്തം വിട്ടുപോയി. ഇതേസമയം തന്നെ ആ റോബോട്ട് ആണെങ്കിൽ ഡോണിനെ പിടിച്ച് താഴേക്കിട്ടു. അതോടുകൂടെ അവന് ബോധം വന്നു. അത് കാണുന്ന റോബിൻസൺ ചെന്ന് അയാൾക്ക് മനസ്സിലായ മുഴുവൻ കാര്യങ്ങളും ഡോണിനോട് പറഞ്ഞു. അതായത് മറ്റൊരു ഫ്യൂച്ചറിലുള്ള ജൂപ്പിറ്റർ 2-ലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ഈ സമയം ഫ്യൂച്ചർ വില്ല് ചെന്ന് ആ ടൈം മെഷീനിൽ ഏതൊക്കെയോ ബട്ടൺ ഞെക്കി. അവൻ പറയുന്നത്, ഈ കോർ മെറ്റീരിയൽ മുഴുവനായിട്ടും കൺട്രോൾ കൺസോളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡോർവേ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിലൂടെ ഒരാൾക്ക് മാത്രം ടൈം ട്രാവലിംഗ് ചെയ്യാം. ഈ കുത്തി നിർത്തിയിരിക്കുന്ന ചുവന്ന ലൈറ്റ് എത്തുന്ന സാധനം കണ്ടില്ലേ, അതാണ് ഈ കോർ മെറ്റീരിയൽ. അങ്ങനെ ആ ഗേറ്റ് വേ ഞാൻ തുറക്കാൻ പോകുന്നത് പാസ്റ്റിലെ നമ്മുടെ ഭൂമിയിലേക്കാണ്. നിങ്ങൾ യാത്ര പുറപ്പെട്ട സമയത്തേക്ക് അവിടെ ചെന്ന് ഞാൻ ഈ യാത്ര തടയും. അങ്ങനെ വരുമ്പോൾ എനിക്ക് എല്ലാവരും രക്ഷിക്കാനും പറ്റും. അവൻ അത്രയും പറഞ്ഞു തീർന്നപ്പോഴേക്കും ആ ഗേറ്റ് വേ അവിടെ ഓപ്പണായി. അതിന് ചുറ്റുമായിട്ട് തീ പോലെ ഒരു വട്ടം കാണുന്നില്ലേ, ഇതിനെ പ്ലാസ്മിക് റിംഗ് എന്നാണ് പറയുന്നത്. അതിന്റെ മേലേക്ക് ചെന്ന് വീണ് കഴിഞ്ഞാൽ ശരീരം പീസായിട്ട് പോകും. പിന്നെ ആ ഗേറ്റ് വേയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി കാണാൻ സാധിക്കും. അതിന്റെ മുകളിലായിട്ട് പണിതിരിക്കുന്ന ആ ഹൈപ്പർ ഗേറ്റും. ഇപ്പോൾ ആ ഗേറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് ഒക്ടോബർ 1, 2088 അതായത് അവർ യാത്ര പുറപ്പെട്ട സമയം. ഇതെല്ലാം കാണുന്ന റോബിൻസൺ പറയുന്നത്, നന്നായി മോനെ, നിന്റെ ഇന്റലിജൻസ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നീ ചുറ്റും നോക്കിയേ, നീ ഉണ്ടാക്കിയ ഈ ടൈം മെഷീന്റെ ശക്തി ഈ ഗ്രഹത്തെ മൊത്തം തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഭൂമിയുടെ നാശത്തിനും കാരണമായേക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നീ നിന്റെ ഈ എക്സ്പെരിമെന്റ് നിർത്ത്. ആ കോർ മെറ്റീരിയൽ എനിക്കിതാ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ മിഷൻ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല. എനിക്ക് വീട്ടിൽ പോകണം, എല്ലാവരെയും രക്ഷിക്കണം, അതിന് ഈ വഴി മാത്രമേ ഉള്ളൂ. അവൻ അവന്റെ വാക്കിൽ തന്നെ ഉറച്ചു നിന്നു. നീ എന്താണ് വില്ല് ഇങ്ങനെ ശാഠ്യം പിടിക്കുന്നത്? ഞാൻ നിന്റെ അച്ഛനാണ്, എന്നെ നിനക്ക് അനുസരിച്ചൂടെ? റോബിൻസൺ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ദേഷ്യം കയറി.
അച്ഛനോ? നിങ്ങൾ എന്താണ് എന്നോട് ചെയ്തതെന്ന് അറിയാമോ? 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ മാല എനിക്ക് തന്ന് നിങ്ങൾ എനിക്കൊരു പ്രോമിസ് ചെയ്തു, ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്ന്. പക്ഷെ ഒരിക്കലും നിങ്ങൾ വന്നില്ല. അങ്ങനെ ഈ നശിച്ച ലോകത്ത് ഞാൻ ഒറ്റയ്ക്കായി. എന്നെ സംബന്ധിച്ച് നിങ്ങൾ എന്നേ മരിച്ചതാണ്. അതുകൊണ്ട് ഇമോഷണലി നിങ്ങൾക്ക് എന്നെ തളർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അപ്പുറത്തേക്ക് പോയി. അത് കേട്ട റോബിൻസൺ ആണെങ്കിൽ ശരിക്കും സങ്കടമായി. ഇതേസമയം തന്നെ ചെറിയ വില്ലും സ്മിത്തും കൂടെ സ്പേസ്ഷിപ്പിന്റെ അകത്തേക്ക് നടന്നു വരികയായിരുന്നു. എന്നാൽ മുന്നിൽ ഒരു പേടിയില്ലാതെ നടക്കുന്ന വില്ലാണ്. അത് കാണുന്ന സ്മിത്ത് ഒരു നാടകം ഇറക്കി. അത് അവന്റെ കയ്യിലെ തോക്ക് മേടിക്കാനാണ്. കാരണം ഇവന്റെ കയ്യിലുള്ള ഈ തോക്ക് മറ്റൊരാൾ ഉപയോഗിക്കണമെങ്കിൽ വില്ല് അതിനൊരു കമാൻഡ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ സ്മിത്ത് അവനോട് പറയുന്നത്, എടാ നീ കുട്ടിയാണ്, അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഏലിയൻസ് വന്ന് നീ എന്ത് ചെയ്യും? ഏലിയൻസ് കുട്ടികളാണ് ആദ്യം പിടിക്കുക, അതുകൊണ്ട് ആദ്യം ഞാൻ പോവാം, നീ ആ തോക്കിങ് തന്നെ. അയാൾ അത് പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയുകൊണ്ട് വില്ല് ആ തോക്കിന് കമാൻഡ് കൊടുത്തതിന് ശേഷം ആ തോക്ക് അയാൾക്ക് കൊടുത്തു. എന്നാൽ തോക്ക് കിട്ടിയതും അയാളുടെ സ്വഭാവം മാറി. അതെടുത്ത് അയാൾ അവന്റെ കഴുത്തിലേക്ക് വെച്ചു. ഇനിയിപ്പോൾ അവൻ അയാളെ അനുസരിക്കണം. അങ്ങനെ സ്മിത്ത് വേഗം വില്ലിനെയും കൊണ്ട് ആ സ്പേസ്ഷിപ്പിന്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് തോക്കിഞ്ഞോണ്ടി. അത് കാണുന്ന അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സ്റ്റക്കായി. മാത്രമല്ല സ്മിത്ത് അവിടെ നിന്നിരുന്ന ആ റോബോട്ടിലേക്ക് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ സാധനം ഫിറ്റ് ചെയ്തു. ഇനിയിപ്പം ആ റോബോട്ട് സ്മിത്ത് പറയുന്നതാണ് അനുസരിക്കത്തുള്ളൂ. ബാക്കിയുള്ളവർക്കാണെങ്കിൽ എന്താണ് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ സ്മിത്ത് ചെന്ന് ഫ്യൂച്ചറിലെ വില്ലിനെ പിടിച്ചു. ആ ടൈം മെഷീൻ ഉപയോഗിച്ച് രക്ഷപ്പെടാനാണ് അയാളുടെ പ്ലാൻ. അതിൽ ആ കാര്യം അയാൾ പറഞ്ഞപ്പം ഫ്യൂച്ചറിലെ വില്ലിന് ചിരിയാണ് വരുന്നത്. അവൻ പറയുന്നത്, ഇത്രയും വർഷം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കഴിയായിരുന്നു എന്നാണ് നിന്റെ വിചാരം? അവൻ്റെ ആ ചോദ്യം കേട്ടപ്പം സ്മിത്തിനൊന്നും മനസ്സിലായില്ല. പെട്ടെന്നാണ് ഒരു കറുത്ത കോട്ടിട്ടൊരു രൂപം വന്നിട്ട് സ്മിത്തിനെ പിടിച്ചത്. അത് കണ്ട് അയാൾ ഞെട്ടിപ്പോയി. ആ കറുത്ത രൂപം മറ്റാരുമല്ല, അത് ഈ സ്മിത്തിന്റെ ഫ്യൂച്ചറിലെ രൂപമാണ്. ആ സ്പൈഡർ അയാളെ കടിച്ചായിരുന്നല്ലോ, അങ്ങനെ അയാളുടെ രൂപം മാറിയതാണ്. മനുഷ്യനും സ്പൈഡറും മിക്സ് ആയ ഒരു അവസ്ഥ. നിന്റെ അത്യാഗ്രഹം കാരണമാണ് ഞാൻ ഈ അവസ്ഥയിലായത് എന്ന് പറഞ്ഞ് ആ ഏലിയൻ സ്മിത്ത് അയാളെടുത്ത സ്പേസ്ഷിപ്പിന്റെ പുറത്തേക്ക് ഒരു ഒറ്റ ഏർ. അതിനുശേഷം ആ റോബോട്ടിന് കമാൻഡ് കൊടുത്തിട്ട് റോബിൻസിനെയും കൂട്ടി ഒരു റൂമിന്റെ അകത്തേക്ക് മാറ്റി. എന്നാൽ റൂമിലേക്ക് ചെന്നതിന് ശേഷം വില്ലിപ്പ ആ റോബോട്ടിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവൻ പറയുന്നത്, നീ എന്താ റോബോട്ട് ഇങ്ങനെ? എന്നെ ഓർമ്മയില്ലേ നിനക്ക്? ഞാനല്ലേ നിന്നെ സൃഷ്ടിച്ചത്. അന്ന് ഞാൻ നിനക്ക് ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നൊക്കെ പഠിപ്പിച്ചാണല്ലോ, എന്നിട്ടാണ് നീ ഇങ്ങനെ പെരുമാറുന്നത്. നീ ഞങ്ങളെ സഹായിക്കല്ലേ വേണ്ടത്? ഇല്ല, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊന്നും ആരും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഉണ്ട് റോബോട്ട്, നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ ഹാർട്ട് വെച്ച് നീ ആക്ട് ചെയ്യ്. ഇല്ല, റോബോട്ടുകൾക്ക് ഹാർട്ടില്ല. ഒരു ഫ്യൂഷൻ പൾസ് ജനറേറ്ററാണ് റോബോട്ടുകൾക്ക് പവർ കൊടുക്കുന്നത്. എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എല്ലാ ഇമോഷൻസും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. റോബോട്ട് അത്രയും പറഞ്ഞപ്പം വില്ല് അതിനോട് കെഞ്ചാൻ തുടങ്ങി. പ്ലീസ് റോബോട്ട്, ഈ ഗ്രഹം തകർന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഞങ്ങളെ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ കിടന്ന് മരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് സഹായിക്കേ. പക്ഷെ റോബോട്ട് സമ്മതിക്കുന്നില്ല. അതിപ്പോൾ അവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ വലത്തെ കൈ ഉയർത്തി. എന്നാൽ അതിന്റെ കൂടെ തന്നെ അത് സ്വയം ചിന്തിച്ച് ഇടത്തെ കൈ കൊണ്ട് മറ്റേ സ്മിത്ത് വെച്ച സാധനം എടുത്തു മാറ്റി. അതോടുകൂടെ റോബോട്ട് നോർമലായി. ഇനിയിപ്പോൾ വില്ല് പറയുന്നത് കേൾക്കൂ. ഈ സമയം തന്നെ ജുപ്പിറ്ററിനകത്തിരിക്കുന്ന പെൺകുട്ടികൾ നോക്കുമ്പോൾ ആ ബബിൾ സ്പേസ്ഷിപ്പിന്റെ തൊട്ടടുത്തേക്ക് എത്തി. അത് ഇവരെ മൂടിക്കഴിഞ്ഞാൽ അവര് ഫ്യൂച്ചറിലേക്ക് എത്തും, പിന്നെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതിനിടയിൽ റോബിൻസൺ ഇപ്പോൾ ഡോണിനോട് ഒരു കാര്യം പറയാണ്. നീ വില്ലിനെയും കൊണ്ട് വേഗം തിരിച്ചു പോ, കാരണം നിനക്ക് മാത്രമേ ആ ഷിപ്പ് ഉയർത്താൻ പറ്റൂ. ഈ ഗ്രഹം തകരുന്നതിന് മുമ്പ് നീ വേഗം ചെന്നിട്ട് എന്റെ ഫാമിലിയെ രക്ഷിക്കേ. ആദ്യം സമ്മതിക്കത്തില്ലെങ്കിലും റോബിൻസൺ നിർബന്ധിച്ചപ്പോൾ ഡോൺ അതിന് സമ്മതിച്ചു. അങ്ങനെ ഡോൺ വേഗം വില്ലിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്താണ് അവർ താഴെ വീണ് നടന്ന ആ സ്മിത്തിനെ കണ്ടത്. അയാൾ മരിച്ചിട്ടില്ല. അതിനിടയിൽ ഷിപ്പിനകത്തിരിക്കുന്ന ലേഡീസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ബബിൾ തകർക്കാൻ വേണ്ടി മിസൈൽ അയച്ചു. അത് ആ ബബിളിൽ വന്ന് പൊട്ടിത്തെറിക്കുന്നൊക്കെ ഡോണും വില്ലും കാണുന്നുണ്ട്. പെട്ടെന്നാണ് അവർ നിന്നിരുന്ന ഭാഗം മൊത്തം ഇടിഞ്ഞൊളിഞ്ഞു വീണത്. ആ സ്മിത്ത് താഴെ പോകേണ്ടതായിരുന്നു. എന്നാൽ ഡോൺ പിടിവിടാത്തതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ഈ സമയം തന്നെ വില്ല് ഓടിയ റോബോട്ടിന്റെ മുകളിലേക്ക് കയറി. അതിനെ തുറന്ന് റോബോട്ട് അവനെയും കൊണ്ട് ഓടി. പുറകെ ആ സ്മിത്തിനെയും കൊണ്ട് ഡോണും. ഇതേ സമയം തന്നെ ഫ്യൂച്ചർ വിൽ ആ ടൈം മെഷീൻ ഇപ്പം മുകളിലേക്ക് ഉയർത്തി. അവന്റെ അടുത്തായിട്ട് ആ ഏലിയൻ സ്മിത്ത് ഇരിപ്പുണ്ട്. ഫ്യൂച്ചർ വില്ല് ഇപ്പം സ്മിത്തിനോടൊരു കാര്യം ചോദിക്കുകയാണ്. അല്ല സ്മിത്ത്, എങ്ങനെയായിരുന്നു എന്റെ ചേച്ചിമാരും അമ്മയും മരിച്ചത്? ചോദിക്കാൻ കാരണം ആ കഥ സ്മിത്താണ് പറഞ്ഞത്. പക്ഷെ അയാൾ എങ്ങനെ ഉരുളുന്നത് കാണുമ്പോൾ വില്ലിനൊരു കാര്യം പിടികിട്ടി. ഒരു ചിലന്തിയും ഈ ഗ്രഹത്തിൽ വന്ന് വീണിട്ടില്ല. ഇയാൾ തന്നെയാണ് അവരെ കൊന്നത്. അവനെ കൊല്ലാതിരിക്കാൻ കാരണം ഈ ടൈം മെഷീൻ ഉണ്ടാക്കാൻ ഈ വില്ലിനെ കൊണ്ടേ പറ്റൂ. എന്നിട്ട് ആ ടൈം മെഷീൻ ഉപയോഗിച്ച് അയാൾക്ക് ഭൂമിയിലേക്ക് പോകണം. അതായിരുന്നു അയാളുടെ പ്ലാൻ. അവന് കാര്യം മനസ്സിലായെന്ന് കാണുമ്പോൾ സ്മിത്ത് അയാളുടെ ആ കറുത്ത കൂട്ടുവരി അയാളുടെ ഉടൽ ആ ഏലിയന്റേതാണ്. അയാളിപ്പോൾ പറയുന്നത്, എന്റെ വയറ്റിൽ ആ ചിലന്തികളുണ്ട്. ഞാൻ ഇനി നേരെ ഭൂമിയിലേക്ക് പോകും. അവിടെ ഇനി ഭരിക്കാൻ പോകുന്നത് ഞാനാണെന്നാണ്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ വില്ലിനെ എടുത്തിട്ട് നേരെ താഴേക്ക് ഇട്ടു. എന്നാൽ ഈ സമയത്താണ് റോബിൻസൺ അങ്ങോട്ട് വന്നത്. അങ്ങനെ റോബിൻസണും ഏലിയൻ സ്മിത്ത് ഫൈറ്റ് ചെയ്തു. അതിനിടയിൽ റോബിൻസന്റെ കയ്യിൽ ഒരു കൂർത്ത സാധനം ഉണ്ട്. അയാൾ അത് വെച്ചിട്ട് ആ ഏലിയൻ സ്മിത്തിന്റെ വയറ്റിലൊരു കുത്ത്. അതോടുകൂടെ ആ ചിലന്തികൾ പുറത്തേക്ക് ആടി. ഈ ചിലന്തികൾക്ക് ഒരു കുഴപ്പമുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ആർക്കെങ്കിലും മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അവറ്റകൾ അതിനെ തിന്നു. ഇപ്പൊ സ്മിത്ത് ഇഞ്ചോർഡ് ആയതുകൊണ്ട് ആ ചിലന്തികൾ കൂട്ടത്തോടെ അയാൾ അറ്റാക്ക് ചെയ്തു. അതോടുകൂടെ അയാൾ നേരെ ചെന്ന് വീണത് ആ പോർട്ടലിലെ പ്ലാസ്മ റിങ്ങിലേക്കാണ്. അങ്ങനെ അയാളുടെ പണി തീർന്നു. ഇതേസമയം റോബിൻസൺ നോക്കുമ്പോൾ വില്ല് അവിടെ തൂങ്ങി കിടപ്പുണ്ട്. അയാൾ ചെന്നിട്ട് വേഗം അവനെ രക്ഷിച്ചു. ഈ സമയം തന്നെ ഷിപ്പിലുള്ള ലേഡീസ് നോക്കുമ്പോൾ ആ ബബിള് മൊത്തം തകർന്നു. എന്നാൽ അതിനിടയിലാണ് ഡോൺ വില്ലിനെയും സ്മിത്തിനെയും കൂട്ടി അങ്ങോട്ട് വന്നത്. പക്ഷെ റോബിൻസനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. എന്നാലും വിധിയാണെന്ന് ആശ്വസിച്ചിട്ട് അവരിപ്പോൾ പോവാൻ റെഡിയായി. അങ്ങനെ ഡോൺ വേഗം ചെന്നിട്ട് ഷിപ്പ് മുകളിലേക്ക് ഉയർത്തി. ഇപ്പോഴും ആ ഗ്രഹം തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആ ഗ്രഹത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള പവർ ആ ഷിപ്പിനില്ലായിരുന്നു.
ഡോൺ അതിന് ശ്രമിക്കുന്നതിനിടെ ഒരു വലിയ പാറക്കഷ്ണം വന്ന് വീണ്ട് ആ ഷിപ്പ് പൊട്ടിത്തെറിച്ചു. ഇതെല്ലാം റോബിൻസണും കാണുന്നുണ്ടായിരുന്നു. അവർ രക്ഷപ്പെടാത്തതിൽ അയാൾക്ക് വല്ലാത്തൊരു നിരാശയുണ്ട്. എന്നാൽ ഈ സമയം വില്ലൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം മെഷീനിലെ ടൈം മാറ്റി കൊടുത്തു. എന്നിട്ട് അവൻ റോബിൻസണോട് പറയുന്നത്, നിങ്ങൾ വിഷമിക്കേണ്ട, അവരെ രക്ഷിക്കാൻ പറ്റും. ഞാൻ ഈ ടൈം മെഷീനിലൂടെ ആ ഷിപ്പ് തകരുന്നതിന് മുമ്പുള്ള സമയത്തേക്ക് നിങ്ങൾ അയക്കാൻ പോവാണ് എന്നും പറഞ്ഞ് അവൻ അയാളെ പോർട്ടലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ അയാൾ നോക്കുമ്പോൾ ആ പോർട്ടലിന്റെ അപ്പുറത്തെ സമയം ആ ഷിപ്പ് കുറച്ചു മുമ്പ് അവർ ഉയർത്താൻ പോയ സമയമാണ്. വില്ല് വേഗം അയാളെ അതിനകത്തേക്ക് തള്ളിയിട്ടു. അതോടുകൂടെ അയാൾ ആ സ്പേസ് ഷിപ്പിലേക്ക് എത്തി. അത് കാണുന്ന ബാക്കി എല്ലാവർക്കും സന്തോഷമായി. ഈ സമയം റോബിൻസൺ പോർട്ടലിന്റെ അപ്പുറത്തുള്ള ഫ്യൂച്ചർ വില്ലനെ വിളിച്ചു താഴേക്ക് വരാൻ. പക്ഷെ അവന് പറ്റത്തില്ല. ഒരാൾക്ക് മാത്രമേ ആ പോർട്ടലിനോട് അപ്പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. അവൻ ആ കാര്യം പറഞ്ഞതിന് ശേഷം എല്ലാവരോടും ബൈ പറഞ്ഞു. അപ്പോഴേക്കും ആ പോർട്ടൽ ക്ലോസ് ആയി. ഇനി വേഗം തന്നെ അവർക്ക് ആ ഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടണം. പക്ഷെ മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല. പോയാലുള്ള അവസ്ഥ റോബിൻസൺ നേരത്തെ കണ്ടതാണ്. അതുകൊണ്ട് അയാൾ പുതിയൊരു പ്ലാൻ പറഞ്ഞു. അതായത് തകർന്നുകൊണ്ടിരിക്കുന്ന ആ ഗ്രഹത്തിന്റെ ഉള്ളിലൂടെ പോവാം. ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി അതിനെ സഹായിക്കും. അങ്ങനെ ഡോൺ വേഗം ആ സ്പേസ് ഷിപ്പ് ഗ്രഹത്തിന്റെ അടിയിലേക്ക് പറത്തി. അങ്ങനെ കുറെ പറന്ന് അവർ ആ ഗ്രഹവും വിട്ട് സ്പേസിലേക്ക് എത്തി. അതിനെ തുറന്ന് ആ ഗ്രഹം പൊട്ടിത്തെറിക്കുകയും ചെയ്തു. എന്നാൽ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മറ്റൊരു പണി കിട്ടി. ആ ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി ഫീൽഡ് ഒരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതിപ്പം ആ ഷിപ്പിനെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അത് കാണുന്ന ഡോൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ പ്രൈമിലേക്കുള്ള റൂട്ട് സെറ്റ് ചെയ്തിട്ട് ആ ഹൈപ്പർ എഞ്ചിൻ ഓണാക്കി. അതോടുകൂടെ ഒരൊറ്റ പോക്ക് നേരെ ആൽഫ പ്രൈമിലേക്ക്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.